അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുടുംബജീവിതത്തിൽ ആനന്ദകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വളരെ സഹായിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഏതൊരു കുടുംബത്തിലും ആനന്ദകരമായ അവസ്ഥകൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആ കുടുംബത്തിൽ തമാശകളും അനുവദനീയമായ തമാശകളും കളികളുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പലരും ചിന്തിക്കുന്നത് തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തമാശയൊന്നും പാടില്ല. പലപ്പോഴും അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ഇബാദത്തൊക്കെ ചെയ്ത് പള്ളിയിലൊക്കെ കൃത്യമായി പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും എപ്പോഴും ഒരു മസിൽ പിടിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നത് ഒരു ചിരിക്കുവാനോ അല്ലെങ്കിൽ തമാശ പറയുവാനോ കുട്ടികളുടെ കൂടെ രസകരമായ രീതിയിൽ സമയം ചെലവഴിക്കാനോ ഒന്നും സാധിക്കാത്ത ആളുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമാശകളും കളികളും ഒരു കുടുംബത്തിന് വളരെയധികം അനിവാര്യമായിട്ടുള്ള, ആ വീട്ടിൽ ജീവിക്കുന്ന ഭാര്യ മക്കൾ അടക്കമുള്ള എല്ലാ മെമ്പർമാർക്കും ഒരു മാനസികമായ ഉല്ലാസം നൽകുന്ന തരത്തിലുള്ള തമാശകളും കളികളുമൊക്കെ നമുക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്നാണ്. അതായത് ആ വീട്ടിൽ എപ്പോഴും കടന്നു വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തമാശകൾ പറഞ്ഞ് കുടുംബത്തിലുള്ള ആളുകളെല്ലാവരെയും വളരെ റാഹത്തോടുകൂടെ കൈകാര്യം ചെയ്യാൻ ലോകനേതാവായ ഹബീബിന് സാധിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോഴും പുരുഷന്മാരോട് പറയാറുണ്ട്, ഒരു വീട്ടിലേക്ക് നാം കയറുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ മാനേജർമാരായിരിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരിക്കാം, പ്രിൻസിപ്പൽമാരായിരിക്കാം, പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ ലോയേഴ്സ് തുടങ്ങിയ വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പത്രപ്രവർത്തന മേഖലയിലും ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആയിരിക്കാം നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരിക്കലും ഒരു മാനേജർ പ്രവേശിക്കാൻ പാടില്ല. വീട്ടിലേക്ക് അഡ്വക്കേറ്റ്, വീട്ടിലേക്ക് എഞ്ചിനീയർ പ്രവേശിക്കാൻ പാടില്ല. ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും വീട്ടിലേക്ക് കയറാൻ പാടില്ല. പ്രിൻസിപ്പൽമാരും അതുപോലെ ഏവമാരും സ്കൂളിലെ അധ്യാപകന്മാരും ഒന്നും വീട്ടിലേക്ക് കയറാൻ പാടില്ല. വീട്ടിലേക്ക് കയറേണ്ടത് ആകെ ഉപ്പ മാത്രമാണ്, ഭർത്താവ് മാത്രമാണ്. രക്ഷിതാക്കളുള്ള വീടാണെങ്കിൽ മകനും ആ വീട്ടിലേക്ക് കയറാം. അല്ലാതെ പ്രൊഫഷണലിസത്തിന്റെ എല്ലാവിധ മസിൽ പിടുത്തങ്ങളുമായി ഒരുപക്ഷെ ഓഫീസിൽ നാം ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ ഒരു അറ്റൻഡർ ഓടി വന്നേക്കാം. അവിടെ നമുക്ക് സഹായത്തിന് വേണ്ടി, നമ്മുടെ ഷൂ വെച്ച് തരാൻ വേണ്ടി, നമ്മുടെ ചെരുപ്പ് എടുത്തു തരാൻ വേണ്ടി, നമുക്ക് ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും ഖിദ്മത്തെടുക്കുന്ന ഒരു സെക്രട്ടറി തന്നെ ഒരുപക്ഷെ നമുക്കുണ്ടായേക്കാം. എന്നാൽ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വളരെ 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 എല്ലാ മസിലുകളും ഒഴിവാക്കി വളരെ ലൂസായ അവസ്ഥയിൽ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് തമാശകളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കാവുന്ന തരത്തിൽ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളത്. തമാശ വീട്ടിൽ നന്നായി പറയണം. ഭാര്യയുടെ അടുത്തും ഉമ്മയുടെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ തമാശ പറയണം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. തമാശ എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ കാണാൻ പാടില്ലാത്ത ഹറാമായ സിനിമയിൽ നിന്നുള്ള തമാശകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള കോമഡി പരിപാടികളിൽ നിന്നുള്ള തമാശകളോ അല്ല നമ്മൾ തമാശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമാശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ ലൈഫിൽ നിന്നുള്ള, യഥാർത്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള നല്ല രസകരമായ തമാശകളാണ്. അങ്ങനെയുള്ള നല്ല തമാശകളൊക്കെ പറഞ്ഞ് വാപ്പയും മക്കളും ഭാര്യയും ഒക്കെ കൂടി വലിയ കളികളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്കും വളരെയധികം സന്തോഷമായിരിക്കും. മക്കളുടെ കൂടെ കളിക്കേണ്ടതുണ്ട്. മക്കളുടെ കൂടെ വാപ്പയും ഉമ്മയും ഒക്കെ കളിക്കേണ്ടതുണ്ട്. കളിക്കുക എന്ന് പറയുമ്പോൾ കളിക്കുക എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെയുള്ള സാറ്റ് കളി കളിക്കാം, ഒളിച്ചുകളി കളിക്കാം, അങ്ങനെയുള്ള മക്കളുടെ കൂടെ ഓടിക്കളിക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിൽ. പക്ഷേ പുറത്ത് ഓടിക്കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അപ്പുറത്തുള്ള വീട്ടിലുള്ള ആൾ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വിഷയം അറിയുന്നുണ്ടാവില്ല.
അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുമ്പിലല്ലാതെ കളിക്കുവാൻ വേണ്ടി വീടിന്റെ അകങ്ങളിൽ എപ്പോഴും സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, കളിയുടെ, തമാശത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു വീടാണ് ഇസ്ലാം സങ്കല്പിക്കുന്നത്. മസ്കൻ എന്നാണ് ഇസ്ലാം വീടിനെ കുറിച്ച് പറഞ്ഞത്. ശാന്തി ഭവനം എന്നാണ്. യഥാർത്ഥത്തിൽ ശാന്തി എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ അതിന്റെയൊക്കെ മുകളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്ന, അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒരു വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ അവസ്ഥകൾ നമുക്ക് സന്തോഷം തരുന്നതായിരിക്കണം. അങ്ങനെയായി മാറി അതിന്റെ അങ്ങേയറ്റത്താണ് ശാന്തി ഭവനമായിട്ട് അല്ലെങ്കിൽ മസ്കൻ എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ വീടുകൾ മാറുന്നത്. അപ്പോ അനുവദനീയമായ രീതിയിലുള്ള തമാശകളും കളികളുമൊക്കെ കളിക്കുക എന്ന് പറഞ്ഞപ്പോ വീട്ടിനകത്തും ഉമ്മയും മക്കളുമൊക്കെ കളിക്കുക. ഇതിനെന്താണ് നമുക്ക് തെളിവുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അവിടുന്ന് മക്കളുടെ കൂടെ കുതിരക്കളി കളിച്ചിട്ടുണ്ട്. അവിടുത്തെ പേരക്കുട്ടികളുടെ കൂടെ ആനക്കളി, കുതിരക്കളി ഒക്കെ കളിച്ചത് കാണാം. ഒരു തവണ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകമറിയുന്ന നേതാവാണ്. അവിടത്തേക്ക് അറിയാം എങ്ങനെയാണ് കുടുംബത്തിൽ പെരുമാറേണ്ടത്. ലോകത്തെ സർവ്വലോക ശാസ്ത്രജ്ഞനായ ഒരു വളരെ വളരെ നല്ല ഒരു ഫാമിലി തെറാപ്പിസ്റ്റായ, ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്ര വിദഗ്ധനായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പേരക്കുട്ടികളെ രണ്ടുപേരെയും പുറത്തു വെച്ച് കുതിരക്കളി കളിക്കുകയാണ്. ആ സമയത്ത് കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു പേരക്കുട്ടി പറയുന്നത്, ഈ കുതിരക്ക് അതിന് കൊമ്പില്ലല്ലോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുടി വലതു ഭാഗത്തും എല്ലാം ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ കൊമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ പേരക്കുട്ടി പറഞ്ഞു, ഈ ഭാഗത്ത് കൊമ്പില്ലല്ലോ. അപ്പൊ അവിടെയും അവിടുത്തെ മനോഹരമായ ആ മുടി പിടിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ഇവിടെയും കൊമ്പുണ്ട്. അപ്പോഴാണ് പേരക്കുട്ടി പറയുന്നത്, ഈ കുതിരക്ക് ശബ്ദമില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദമുണ്ടാക്കി ആ പേരക്കുട്ടികളെ സന്തോഷിപ്പിച്ചു. അത്രയധികം ഫ്ലെക്സിബിളായ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അവിടുന്ന് കുടുംബത്തിൽ കാണിച്ചിരുന്നത്. ഇതാണ് നമുക്ക് മാതൃകയാവേണ്ടത്. കുടുംബത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ഇടപഴകുകയും നമ്മുടെ ജോലിയിലെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ അവിടുത്തെ പ്രയാസങ്ങൾ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും അവിടുത്തെ ഫോൺ കോളുകൾ പരമാവധി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും അവിടുത്തെ വിഷയങ്ങൾ പരമാവധി വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ നീരസങ്ങൾ, അവിടുത്തെ പ്രയാസങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാതിരിക്കുകയും കുടുംബത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിനർത്ഥം ഒട്ടും പറയാൻ പാടില്ല എന്നല്ല, ഭാര്യയോട് ഷെയർ ചെയ്യേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റേതായ സമയങ്ങളിൽ ഭാര്യയോട് സ്നേഹപൂർവ്വം ഷെയർ ചെയ്യാവുന്നതാണ്. പക്ഷെ മക്കളുടെ അടുത്തേക്ക്, ഭാര്യയുടെ അടുത്തേക്ക് അവരുടെ സന്തോഷം, അവരുടെ ആനന്ദം അതില്ലാതാക്കുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് നാം കടന്നു വരാതിരിക്കുക. അതുപോലെ തന്നെ ഭാര്യമാരും സ്ത്രീകളും ശ്രദ്ധിക്കുക. കുടുംബത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുള്ള കുടുംബത്തിലേക്ക്, ആ സന്തോഷവേളകളിലേക്ക് അത് കൊണ്ടുവരാതിരിക്കുക. അവിടെ തമാശകളും ഈ പറഞ്ഞ രീതിയിലുള്ള കളികളും എല്ലാ തരത്തിലുള്ള കളികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഓട്ടമത്സരം നടത്താൻ പറ്റില്ല, പക്ഷെ അന്നത്തെ കാലത്ത് അത് സാധ്യമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ വീടകങ്ങളിൽ അനുവദനീയമായിട്ടുള്ള, നമുക്ക് അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള വ്യത്യസ്തമായ കളി, തമാശകൾ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ അങ്ങനെയുള്ള ഒരു വീടായിട്ട് നമ്മുടെ വീടുകൾ മാറുകയാണെങ്കിൽ ഒറിജിനൽ ജീവിതത്തിൽ നിന്ന് തന്നെ, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തന്നെ തമാശകളും കളികളും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് തമാശ തേടി നമ്മുടെ കുട്ടികൾ അപ്പുറത്തെ വീട്ടിലെ TV കാണാൻ പോവില്ല. ഒറിജിനൽ ജീവിതത്തിൽ നിന്ന് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പ്രണയം കിട്ടുകയാണെങ്കിൽ ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് അറിയാതെ പോലും, തെറ്റാണെങ്കിൽ പോലും അറിയാതെ പോലും TV-യിൽ ആരാന്റെ പ്രണയം കാണാൻ പോകേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം കാണുന്ന TV-യിൽ ഉള്ള പല പരിപാടികളും ഒറിജിനൽ ജീവിതത്തിൽ തമാശ ഇല്ലാത്തത് കൊണ്ട് കൃത്രിമമായി തമാശകൾ പടച്ചുവിടുന്ന അവസ്ഥയെ യഥാർത്ഥ ജീവിതത്തിൽ തന്നെ അതുണ്ടെങ്കിൽ പിന്നെ ഒരാൾക്കും അത് കടമെടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും മറ്റുള്ള വീട്ടിലേക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പോവില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും തന്നെ, വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേന് ഭാര്യയും മക്കളുമുള്ള സന്തോഷകരമായ, ആനന്ദകരമായ നിമിഷങ്ങൾ അത് കടന്നു വരുന്നത് കൊണ്ട് വളരെയധികം സന്തോഷമാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ ആനന്ദമാണ്. കാരണം ആ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നല്ല രസകരമായ തമാശകളും വളരെ സ്നേഹത്തോടുകൂടെയുള്ള മക്കളുടെ കൂടെയുള്ള ആ സുന്ദരമായ നിമിഷങ്ങൾക്ക് വേണ്ടി ഭാര്യ കാത്തിരിക്കുകയാണ്. ഉപ്പ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ച് മക്കൾ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ ഉപ്പ വരിക എന്ന് ചോദിച്ച് മക്കൾ വളരെ ആവേശപൂർവ്വം ഉപ്പാന്റെ കൈ പിടിച്ച് കയ്യിൽ തൂങ്ങി സ്നേഹത്തോടെ ഉപ്പാന്റെ തോളിൽ കയറി, ഉപ്പാന്റെ പുറത്ത് കയറി ഇരുന്ന് തട്ടാരക്കുട്ടി കളിക്കാൻ വേണ്ടി, നേരത്തെ പറഞ്ഞ കുതിരക്കളി കളിക്കാൻ വേണ്ടി, ഉപ്പാന്റെ കൂടെ തമാശ കളിക്കാൻ വേണ്ടി ആ മക്കൾ കാത്തിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉപ്പ ഉമ്മ എല്ലാവരുടെ അടുത്തും വളരെ സന്തോഷത്തോടു കൂടെ തമാശകളും കളികളും നിറഞ്ഞ, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, ഹറാമായ സിനിമകളിലെയോ മറ്റുള്ള തമാശകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള ഇങ്ങനെയുള്ള ധാരാളം കളികളുണ്ട്, അതുപോലെ തന്നെയുള്ള ധാരാളം തമാശകളുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബത്തിലെ ആനന്ദമാണ്. അനുവദനീയമായ ഇതിനൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തന്നത് കുടുംബത്തിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞിരുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പേരക്കുട്ടികളുടെ കൂടെ കളിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ അവിടുത്തെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെയൊക്കെ വീട് ഇത്തരത്തിലുള്ള ഒരു വീടായിട്ട് മാറ്റുക. നമ്മളെല്ലാവരും ഭാര്യയും ഭർത്താവും ഒക്കെ അത് സ്വകാര്യ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഈ മക്കളൊന്നിച്ചുള്ള കുടുംബ സമയവേളകളിലേക്ക് കൊണ്ടുവരാതെ അതൊക്കെ മറ്റുള്ള സമയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് ഒന്നിച്ചുള്ള സമയങ്ങൾ മുഴുവനും സന്തോഷത്തിന്റേതും ആനന്ദത്തിന്റേതുമാക്കി മാറ്റുക. അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു വീട്, ആനന്ദം നിറഞ്ഞ ഒരു കുടുംബജീവിതം നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.